ഹലോ ഫ്രണ്ട്സ്, ഞാൻ റബീസ് റാംബിക്കലാണ്. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെമ്പരത്തി അറിയാം. ഇന്നത്തെ വീഡിയോ ചെമ്പരത്തിയെ കുറിച്ചാണ്. ചെമ്പരത്തി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് താളി ഉണ്ടാക്കാനാണ്. എന്നാൽ ചെമ്പരത്തി കൊണ്ട് വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ചായ ഉണ്ടാക്കാം. നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോ കാണുക. നമ്മുടെ ചെമ്പരത്തി ചായക്ക് പ്രധാനമായും 5 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഞാനൊരു 10 ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ചെറുനാരങ്ങ, അതിൻ്റെ പകുതി കഷ്ണം മതിയാവും. ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് തേനാണ്. കഴിവതും കൃത്രിമമായ മധുരങ്ങൾ ഒഴിവാക്കി തേൻ പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ അത്രയും വെള്ളം എടുക്കുക. ഞാൻ ഒരു 200 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അറുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തി പൂ ഇതുപോലെ ഇതളുകളായി മുറിച്ചെടുത്ത് നല്ല വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുക്കുക. അധികം നെക്കിപ്പിഴിഞ്ഞ് ചെമ്പരത്തിയുടെ നീരൊന്നും കളയരുത്. അപ്പോൾ നമ്മുടെ ചായക്ക് ആവശ്യമായിട്ടുള്ള നീര് നമുക്ക് കിട്ടാതെ വരും. ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ച ശേഷം വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചി പൊടി അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായി വെട്ടിത്തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഇട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഇതളുകളുടെ നിറം മങ്ങുന്നതും വെള്ളം ചുമന്ന കളറായി വരുന്നതും കാണാൻ പറ്റും. ഒന്നുകൂടി നന്നായി ഇളക്കിയ ശേഷം ചെമ്പരത്തിയുടെ ഇതളുകൾ നമുക്ക് മുക്കി ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ അതൊരു പകുതിയായി മുറിച്ച് നമ്മുടെ ചെമ്പരത്തി ചായയിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. പിഴിഞ്ഞ് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ മധുരത്തിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കി ഒന്ന് അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഈ വിഭവം നമുക്ക് ചൂടോടെയും അതുപോലെ തന്നെ തണുപ്പിച്ചും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്